ഹലോ ഡിയേഴ്സ്, കെമിക്കൽ കൈനറ്റിക്സിൽ വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താവുന്ന കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് 60% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 60 മിനിറ്റ്സ്, അതായത് 60 മിനിറ്റിൽ 60% റിയാക്ഷനും കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്നത് T60% ആണ്, അത് 60 ആണ്. അങ്ങനെയെങ്കിൽ വളരെ സിമ്പിൾ ആണ്, ഇതിനെ 3 ഇട്ട് ഗുണിക്കുക, അപ്പോൾ 150 ആയില്ലേ, അതിനെ 4 ഇട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്, നമുക്ക് T60% തന്നിരിക്കുന്നത് 60 മിനിറ്റ് ആണ്, അപ്പൊ അതിനെ 3 ഇട്ട് ഗുണിക്കുക, അതായത് 3T60% എന്താണ്, 4T½ ആണ്. അപ്പൊ T½ കാണാനാണ് നമ്മളോട് ചോദിച്ചത്, T50%. അപ്പം 4T½ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരിക, അതിനെ 3 × T60 അവിടെ തന്നിരിക്കുന്നത് 60, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, T50%. അത് തന്നെയാണ് എന്ത്, T½ അപ്പൊ 180/4 എന്ന് പറഞ്ഞാൽ എത്രയാ, 45 മിനിറ്റ്സ്. അപ്പം ഇതിനകത്ത് ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, T16 തന്നത് എന്താണോ അതിനെ 3 ഇട്ട് ഗുണിക്കുക അതിന്റെ സമയത്തെ, ദെൻ 4 ഇട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ T½ കിട്ടും. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. T99% റിയാക്ഷനും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. T90% റിയാക്ട് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നു 5 മിനിറ്റ്. അങ്ങനെയെങ്കിൽ വളരെ സിമ്പിൾ ആണ്, T99% കാണാൻ 90%-നെ ടൈമിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 2 × 5 എത്രയാ, 10. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്തും. മറ്റേത് ഇക്വേഷനൊക്കെ പോയി വരുമ്പോഴേക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ, നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. T99% പറഞ്ഞാൽ 2 × T90%. ദെൻ പിന്നീട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനകത്ത് റേറ്റ് കോൺസ്റ്റന്റ്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് K. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണ്, K ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് T99% ആണ്. അപ്പൊ ഇവിടെയൊക്കെ K തന്നിട്ട് T99% ചോദിച്ചാല് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അതിനകത്ത് 2 × നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ, 2.303 ബൈ എന്താണ്, K, അത്രയേ ഉള്ളൂ. അപ്പം ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക, T99% ചോദിച്ചു, K തന്നാല് T99% എന്ന് പറഞ്ഞാൽ 2 × 2.303. അപ്പൊ അതിന് പകരം നിങ്ങൾ 4.606 എന്ന് പഠിച്ചാലും മതി, 4.606/K. അപ്പോൾ T99 ചോദിച്ചു, K തന്നിട്ട്, അങ്ങനെയെങ്കിൽ 4.606/K. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. T75 ചോദിച്ചാൽ, 75% ചോദിച്ചാൽ 2T½ ആണ്. പിന്നെ T87.5 റിയാക്ട് ചെയ്ത് ചെയ്യാനുള്ള സമയം ചോദിച്ചാൽ 3T½ ആണ്. പിന്നെ 393.75% റിയാക്ട് ചെയ്ത് തീരാനുള്ള സമയം ചോദിച്ചാൽ 4T½ ആണ്. പിന്നെ T90% അവിടുന്ന് നമ്മൾ എന്ത് തുടങ്ങും, ഒരു 9 ആണ് T90 എന്ന് പറഞ്ഞാൽ. അപ്പം 10/3 T½ × 1, ഒരു 9 ആണ് അതിലുള്ളത്. പിന്നെ T99% വരുമ്പോൾ 10/3 T½ × 2 ആകും. പിന്നെ 99.9 3 ഇത് വരുമ്പോൾ അതിനകത്ത് 10/3 T½ × 3 വരും. അപ്പൊ ഈ 3 കട്ട് ചെയ്താൽ 10 T½ ആണ് വരിക. അപ്പൊ T99.9 എത്രയാണ്, 10 T½ ആണ്. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ അപ്പൊ നിങ്ങളോട് ഇപ്പം T99.99 റിയാക്ട് ചെയ്ത് തീരാനുള്ള സമയം നിങ്ങളോട് തന്നു കഴിഞ്ഞാൽ അതിന്റെ 10/3 × 4 T½ ആണ്. അപ്പൊ എന്താ വരിക, 10/3 അതിന്റെ T½ × 4 ആണ്. അപ്പൊ എന്ത് വരിക, 4 വന്നില്ലേ, അപ്പൊ അതുകൊണ്ട് 10/3 T½ × 4 ആണ് അപ്പം വരിക. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ചോദിക്കാം, T99.9 അതായത് 3 റിയാക്ട് ചെയ്താനുള്ള സമയം തന്നിരിക്കുന്നു 5. അങ്ങനെയെങ്കിൽ അപ്പം T½ എത്രയായിരിക്കും, അപ്പം T99%. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ പറ്റുക. T99% എന്ന് പറഞ്ഞാൽ 10 T½ ആണ്. അപ്പൊ T½ എന്ന് പറഞ്ഞാൽ എന്താണ്, 5/10 വരും, ആ രീതിയിൽ. അതല്ല, നിങ്ങളോട് ഇപ്പൊ T½ തന്നു 2 മിനിറ്റ്സ്, എന്നിട്ട് ചോദിക്കുകയാണ് T99.9 റിയാക്ട് ചെയ്യാനുള്ള സമയം. അപ്പൊ എത്രയാ, 10 T½ ആണ്. അപ്പൊ 20 മിനിറ്റ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിന്റെ 0 ഓർഡറിന്റെ എന്താണ്, mol/L/s. സാധാരണ നമ്മുടെ കോൺസെൻട്രേഷൻ പറയുന്ന പോലെ mol/L/s റേറ്റ്. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ഓർഡറിന്റെ ആവുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ്, മോളും ലിറ്റർ ഒന്നുമില്ല, വെറും സെക്കൻഡ് ഇൻവേഴ്സ്. ദെൻ സെക്കൻഡ് ഓർഡറിൻ്റെോട്ട് വരുമ്പോൾ ഇത് തലതിരിയും. അതെന്താവും, ലിറ്റർ മേലെ വരും, മോള് താഴെ വരും. അപ്പോൾ L/mol/s. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, L/mol/s. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ആ ഒരു കോഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ഫസ്റ്റ് മോൾ പെർ ലിറ്റർ, പിന്നെ ഒന്നുമില്ല, പിന്നെ ലിറ്റർ പെർ മോൾ പെർ സെക്കൻഡ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്, അതായത് ലിറ്റർ പെർ മോൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ട്. പിന്നീട് ഈ റിയാക്ഷനിൽ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നു. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് കെ. അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് കൂടി നോക്കണം, കാരണം സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. ദെൻ ടൈം റിക്വയർഡ് 2 gram 0.2, അതായത് 2 അതിന്റെ 2/10 ആണ് 0.2. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ ആദ്യം എടുത്തത് 2, പിന്നെ അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ബാക്കി വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുക 2.303 ഉണ്ടല്ലോ ബൈ നമ്മുടെ കെ എന്താ അവിടെ തന്നിരിക്കുന്നത് 4.606 ഇൻറ്റു 10⁻⁻3. അപ്പോൾ 10⁻³ മേലേക്ക് പോകും, 10⁻³ ആകും. 2.303 4.6 കൂടി ഡിവൈഡ് ചെയ്താൽ താഴെ 2 വരും. 1000/2 എന്ന് പറഞ്ഞാൽ 500 സെക്കൻഡ് ആണ്. അപ്പം നിങ്ങൾ അതുപോലെ ഞാൻ ചോദിക്കാം, അപ്പം 4 gram 0.4 gram ആകാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പൊ ടി ഹാഫ് ഇപ്പൊ കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2.303/k. അപ്പം തന്നെ എന്ത് കിട്ടി? അതിന്റെ ടൈം കിട്ടി. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് സമയം എത്ര പെട്ടെന്ന് ലാഭിക്കാവുന്നോ അത്രയും നമുക്ക് ആൻസർ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അപ്പം അതാണ് 2.303 ആ തന്ന കെയുടെ വാല്യൂ ചെയ്യുക. ദെൻ പിന്നീട് ഇതിനകത്ത് ഇത് നിങ്ങൾ തെറ്റിക്കരുത്, കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഇതിനകത്ത് എയുടെ കോൺസെൻട്രേഷൻ ആദ്യം 0.5, ഇതിനകത്ത് ബിയുടെ കോൺസെൻട്രേഷനും 0.5. അപ്പോൾ റേറ്റ് 1.6 × 10⁻⁴. ദെൻ പിന്നെ അടുത്ത എക്സ്പെരിമെന്റിൽ ഇതിനകത്ത് തന്നിരിക്കുന്നത് 0.4 എ മാറ്റിയിട്ടില്ല, പക്ഷെ ബി ഡബിൾ ആക്കി. അപ്പോൾ റിയാക്ഷൻ ഡബിൾ ആയി. പിന്നെ അടുത്തതിൽ എയും ഡബിൾ ആക്കി, ബിയും ഡബിൾ ആക്കി. അപ്പോഴും റിയാക്ഷൻ ജസ്റ്റ് ഡബിൾ തന്നെ, മാറുന്നില്ല. അതിനർത്ഥം എയുടെ കോൺസെൻട്രേഷൻ എന്താ? അപ്പം നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ബിയുടേത് കൂട്ടിയപ്പം ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ ബിക്ക് ഡയറക്ട്ലി അതിന്റെ റേറ്റ് എന്താണ്? 1 ആണ്. ഡബിൾ ആവും. ബിയുടെ ഡബിൾ ആക്കിയപ്പോൾ ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ 1 ആണ്. അപ്പം ഇനി എ ആയിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഓർഡർ ഇങ്ങനെയാ വരുന്നത്. റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഏതാ വരുന്നത്? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു എയുടെ ഓർഡറിന് എന്താണ്? 0യും ബിയുടെ ഓർഡറിന് 1 ആയിട്ടാണ് വരുന്നത്. അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്നാണ് വരിക. അപ്പം നിങ്ങളിത് ഡബിൾ ആയി എന്ന് വെച്ചിട്ട് 2 ആണ് ഓർഡർ എന്ന് ഒരിക്കലും എഴുതരുത്. അപ്പം കെ ഇൻറ്റു ബി ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. അതിന് വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഈ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക. നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.